മഹാത്മാഗാന്ധിയല്ലേ ആദ്യത്തെ ഭാരതാംബ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് എന്നാണ് ഒരു വാദം ഉയരുന്നത്. അതിലും അപഹാസ്യമായി മറ്റൊന്നില്ല. വാരാണസിയിൽ 1936 അങ്ങനെ ഒരു ക്ഷേത്രം സ്ഥാപിക്കുന്നത്. ശിവപ്രസാദ് ഗുപ്ത നിർമ്മിച്ച ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് ഗാന്ധിജിയാണ്. എന്നാൽ അവിടെ ദേവതയായി ആരാധന ഉണ്ടായിരുന്നില്ല. ഒരു മാർബിൾ ഫലകത്തിൽ ഇന്ത്യയുടെ മാപ്പ് മാത്രം വച്ചായിരുന്നു അവിടെ ആരാധന. ദുർഗയും കാളിയും ധ്വജവും സിംഹവും ഒന്നും ആ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ ഭൂപടത്തെ മാത്രമാണ് ഗാന്ധിജി സ്ഥാപിച്ച ക്ഷേത്രത്തിൽ ആരാധിച്ചത്. ഇന്ത്യ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സംവിധാനമാണ്. ഇസ്ലാമിലും സിഖിസത്തിലും മനുഷ്യരൂപത്തിൽ ദൈവത്തെ ആരാധിക്കുന്നില്ല. ക്രൈസ്തവ ആരാധനയിൽ പോലും ഒരു വിഭാഗം ക്രിസ്തുവിന്റെ ചിത്രവും രൂപവും അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ള എല്ലാവർക്കും പങ്കെടുക്കാനുള്ളതാണ് പൊതു ചടങ്ങുകൾ. അവിടെ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താൻ എല്ലാവരോടും ആവശ്യപ്പെടാൻ കഴിയില്ല. അത് പൊതു ചടങ്ങിന്റെ ഭാഗമാക്കാനും കഴിയില്ല. ഭാരതാംബ മാത്രമല്ല, വിഷ്ണുവോ ശിവനോ ഭദ്രകാളിയോ മുരുകനോ ഒന്നും പൊതുചടങ്ങിൽ ആരാധിക്കാനുള്ളതല്ല. സ്വാതന്ത്ര്യം കിട്ടി 77 വർഷത്തിലേറെയായി നമ്മൾ കാത്തുസൂക്ഷിച്ച മൂല്യങ്ങളുണ്ട്. അവയെ ദുർബലമാക്കുന്നതല്ലേ ഇത്തരം നടപടികൾ.